ഇലക്ട്രൽ ബോണ്ടിന്റെ പ്രശ്നം വലിയ അഴിമതിയായിട്ടാണ് ഇന്ന് ചില പത്രങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്ത് കണ്ടിട്ടുള്ളത്. മലയാളത്തിൽ തന്നെ ഇന്ത്യ കണ്ട ഏറ്റവും വലിയ രാഷ്ട്രീയ അഴിമതിയാണ് അതുവഴി BJP നേരിട്ട് സംഘടിപ്പിച്ചിട്ടുള്ളത് എന്നതാണ് സത്യം. BJP നേതൃത്വം നൽകുന്ന കേന്ദ്ര സർക്കാർ രാജ്യത്ത് അഴിമതി വ്യാപിപ്പിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾക്കാണ് നേതൃത്വം നൽകിയിരിക്കുന്നത് എന്നത് വ്യക്തമാണ്. പണം കിട്ടിയവരുടെ പൂർണ്ണമായ വിവരം നമ്മുടെ മുമ്പിൽ എത്തിയിട്ടില്ല. പക്ഷെ അത് ഏറ്റവും വലിയ പണം നൽകിയിട്ടുള്ളതിന്റെ ഇന്നത്തെ വാർത്തയിൽ കണ്ടത് സാന്റിയാഗോ മാർട്ടിന്റെ കമ്പനിയാണെന്നാണ്. അഴിമതിയുടെ അങ്ങേ തലയായിട്ട് രാജ്യം എത്രയോ കാലമായിട്ട് വിമർശനം ചൂണ്ടിക്കാണിച്ചിട്ടുള്ള ഒരു കമ്പനിയിൽ നിന്നാണ് ആയിരക്കണക്കിന് കോടി ഉറുപ്പിക യഥാർത്ഥത്തിൽ 2020 പ്രധാനപ്പെട്ട ഇഷ്യൂ ആണ് അത്ര അവർ നടത്തിയത്. 2020 ആ ഇഷ്യൂവിന്റെ ഭാഗമായിട്ട് ഈ പറഞ്ഞതുപോലെ ആയിരക്കണക്കിന് കോടി ഉറുപ്പികയാണ് യഥാർത്ഥത്തിൽ BJPക്ക് അതുപോലെ തന്നെ മറ്റ് ചില രാഷ്ട്രീയ പാർട്ടികൾക്കും നേടാൻ സാധിച്ചത്. അതിൽ മഹാഭൂരിപക്ഷവും പകുതിയിലധികം BJP ആണ് നേടിയിട്ടുള്ളത്. അവരുടെ കണക്ക് 6060.51 കോടി അവർക്ക് ലഭിച്ചു എന്നാണ് കാണുന്നത്. ഇരുപതിനായിരത്തിലധികമാണ്. നേരത്തെ ഞാൻ പറയുമ്പോൾ 2000 20,000-ലധികം. ഇപ്പോൾ മലയാളത്തിലെ ചില മാധ്യമങ്ങൾ CPIക്കും CPMനും പണം ലഭിച്ചിട്ടില്ല എന്ന വാർത്ത കൊടുക്കുകയുണ്ടായി. വളരെ വിചിത്രമായൊരു വാർത്തയാണ്. എന്താണ് ഈ മാധ്യമങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്നതിന്റെ കൃത്യമായ ഒരു ദൃഷ്ടാന്തമാണ്. പണ്ട് ഞാൻ ഒരു പ്രാവശ്യം പറഞ്ഞതുപോലെ മഹാത്മാഗാന്ധി ആത്മഹത്യ ചെയ്തത് എന്തിനു എന്ന ചോദ്യം സ്കൂൾ കുട്ടികളുടെ പരീക്ഷയ്ക്ക് ചോദിച്ചു എന്ന് പറഞ്ഞില്ലേ, അതുപോലെയുള്ള ഒരു വിശദീകരണമാണ് CPMനും CPIക്കും ഇലക്ട്രൽ ബോർഡിന്റെ ഭാഗമായി പണം കിട്ടിയിട്ടില്ല. കാരണം ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി എന്തൊക്കെ വാർത്ത കൊടുക്കാൻ കഴിയുമെന്നുള്ളതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവായി കോർപ്പറേറ്റുകളുടെ പണം ഇലക്ട്രൽ ബോണ്ടിന്റെ ഭാഗമായിട്ട് വാങ്ങില്ല എന്ന് തീരുമാനിച്ച് അത് SBIയിൽ രജിസ്റ്റർ ചെയ്യാത്ത പാർട്ടിയാണ് CPIയും CPI. ആ കാര്യം മറച്ചുവെച്ചിട്ട് ഇതെല്ലാം കോടാനുകോടി ഉറുപ്പിക, നേരത്തെ പറഞ്ഞതുപോലെ 60,060 കോടി ഉറുപ്പിക, 6,060 കോടി ഉറുപ്പിക BJPയെ പോലുള്ള പാർട്ടികൾ അതിന്റെ പകുതിയിലധികം പങ്കുവച്ചിട്ട് അതിന്റെ കാര്യം ഗൌരവപൂർവ്വം അവതരിപ്പിക്കുന്നതിന് പകരം CPMനും CPIക്കും ഇത്തരം ബോണ്ടുകളിൽ നിന്ന് പണം കിട്ടിയിട്ടില്ല എന്ന് പ്രചരിപ്പിക്കുമ്പോൾ CPIM സ്വീകരിച്ച നിലപാട്, അതായത് സീതാറാം യെച്ചൂരി തന്നെയാണ് ഇത് ഭരണഘടനാ വിരുദ്ധമാണ് എന്ന നിലപാട് സ്വീകരിച്ചുകൊണ്ട് സുപ്രീം കോടതിയെ സമീപിക്കുകയും ആ സുപ്രീം കോടതിയെ സമീപിച്ചതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഇലക്ട്രൽ ബോണ്ട് സുപ്രീം കോടതി നിർത്തലാക്കാൻ ഭരണഘടനാ വിരുദ്ധമാണ് എന്ന രീതിയിൽ തന്നെ തീരുമാനിക്കുകയും ചെയ്തിട്ടുള്ളത്. അതിനെയാണ് ഈ രീതിയിൽ വക്രീകരിച്ച് അവതരിപ്പിക്കുന്നത്.